ഹലോ, ഞാൻ മേഴ്സി. എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കോഫി മഫിൻ കേക്കാണ്. അപ്പം അത് പാത്രത്തിൽ, അതായത് കട്ടിയുള്ള ചുവട് പാത്രം എന്ന് ഉദ്ദേശിച്ചത് കുക്കറാകാം, അല്ലെങ്കിൽ കടായാകാം, എന്തോ ആകാം. ഗ്യാസിനകത്ത് വയ്ക്കുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ അതേപോലത്തെ വേറൊരു പാത്രത്തിലാണ് വയ്ക്കുന്നത്. അപ്പം ഞാൻ ആ പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു അത് കേക്കും എല്ലാ സാധനവും ഗ്രില്ല് ചെയ്യുന്ന ഇതുണ്ട്, ഗ്രില്ല് ചെയ്യാം. ഒരുപാട് കുക്കിംഗ് ചെയ്യുന്നതാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മഫിൻ കേക്ക് ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റിന് വെച്ചിരിക്കുകയാണ്. അത് ഏത് പാത്രമായാലും ഗ്യാസ് അടുപ്പിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് വേണ്ടി 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മുട്ടയാണ് കേട്ടോ. വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഈ മുട്ടയും 1/2 കപ്പ് പൗഡർ ഷുഗറാണ്, അതായത് പൊടിച്ച് പഞ്ചസാര. നമുക്ക് കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്യും. ഇതിപ്പോൾ എഗ് ബീറ്റർ ഇല്ലെങ്കിലും ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ചെയ്യുന്നു. ഇതിനകത്ത് 3 ടേബിൾ സ്പൂൺ ഓയിലാണ്. അത് ഇതൊരു 1/4 കപ്പ് മൈദയുണ്ട്. 1 കപ്പിൻ്റെ ആണ്. അത് 250 ആണ് കപ്പിൻ്റെ അളവ്. അപ്പം ഒരു 1/4 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് 1 ടീസ്പൂണിൻ്റെ ആണ്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ എടുത്തിട്ട് വടിച്ച് നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ്. ബേക്കിംഗ് പൗഡറാണ്. ഇത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇതിലൂടെ ചേർത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഇത് നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കോഫി മഫിൻ കേക്കാണ്. നമുക്കിതിൻ്റെ വേണമെങ്കിൽ കുറച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് കൊക്കോ ചിപ്സും ഇടാം. ഒരുപാട് വേണ്ട. 1 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ഒഴിക്കണം. കുറച്ച് പാല് ആവശ്യമുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് കുഴച്ച് എടുത്തതിന് ശേഷം നോക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, 1 ടീസ്പൂൺ മതി. കാരണം നമ്മൾ എഗ്ഗൊക്കെ ഇട്ടിട്ട് പറയാം. ഒരുപാട് എന്നിട്ട് ഒഴിക്കണ്ട. ഇതുപോലെ ഒരേ ലെവലിൽ കറക്കിയെടുത്ത് നടുക്കൊരു ലൈനിട്ട് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ഇതിൽ ഞാൻ 2.5 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടത്. കളർ അനുസരിച്ച്, കളറിലേക്ക് ഇത് ഞാൻ പൊടിച്ചെടുത്തതാണ്. കളറില്ലെങ്കിൽ ഒരു ശകലം കൂടെ ചേർക്കാവുന്നതാണ്. നമുക്കിത് ലാസ്റ്റിൽ 1 ടീസ്പൂൺ വിനീഗർ, ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരായിരുന്നാലും മതി, ലാസ്റ്റിൽ ഒഴിക്കണം. അത് ഈ മഫിൻ കേക്കിന് മസ്റ്റാണ് കേട്ടോ. അതെല്ലാവരും ചെയ്യും. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ വരയ്ക്കുന്നത്. അപ്പം ഇത് ഈ ഒരു മോൾഡിനകത്താണ്, ഞാനിപ്പോൾ പേപ്പർ മോൾഡിനകത്താണ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ സിലിക്കോൺ മോൾഡിൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഓവനകത്തൊക്കെ ആണെങ്കിൽ ചെയ്യാം, ഇതിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് മാവ് ഒഴിക്കുന്നതാണ്. ഇത് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചെടുക്കും. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ഒഴിക്കും. നമുക്കിതൊരു പകുതി ഇത് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് ചെറിയ ചെറിയ കട്ടോരിയൊക്കെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ വയ്ക്കാവുന്നതാണ്. ബട്ടർ പേപ്പർ വെട്ടി അതിനകത്ത് വെച്ചിട്ട് അതിനകത്ത് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് ഇത് ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ കറിക്കാൻ വേണ്ടി ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ചെയ്യുന്ന പുറത്ത് നല്ല കഴിക്കും. നമുക്ക് ഈ ഒരു 1/4 കപ്പ് മാവിനകത്ത് 6 കേക്കാണ് കിട്ടുന്നത്. നമ്മളിത് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് ഇതിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കണം. ഇത് ഈ ഗ്യാസിനകത്താണെങ്കിൽ ഈ 25 മിനിറ്റ് ഗ്യാസിൽ വയ്ക്കണം. അപ്പോഴത്തേക്ക് ഇത് റെഡി ആയിരിക്കും. ഓവനകത്താണെങ്കിൽ 160-ൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതേ അളവിൽ തന്നെ 20 മിനിറ്റ് ഓവനിൽ. പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. സിമ്മിലാണ് വയ്ക്കുന്നത്. നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് പൊങ്ങി കേട്ടോ. കൂടുതലും ഇപ്പം നിങ്ങൾ മാവ് ഒഴിക്കുമ്പോൾ അത്ര ഒഴിക്കണം. ഞാൻ ഇത് അരഭാഗമാണ് ഒഴിച്ചത്, പക്ഷേ കുറച്ചും കൂടെ കുറച്ച് ഒഴിക്കണം. ഇതെല്ലാം കൂടെ അങ്ങ് കുറേ കൂടെ അങ്ങ് പൊങ്ങി വന്നു. അപ്പോൾ ഞാനിത് കട്ടയൊക്കെ ചെയ്തിട്ടിരിക്കണം. നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത്
ഉണ്ടോ, ഇത് മാവ് ഇനി ചാടിപ്പോയതാണ്. നമുക്കിനി ഇത് ഡെക്കറേറ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ ഈ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.